നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. വയനാട് ഹൈസ്കൂളിന് സമീപം ശാസ്താംകോവിൽ ജംഗ്ഷനിൽ ഇന്ന് വൈകുന്നേരം മുതൽ ഈറ്റ് ആൻഡ് പാക്ക് ഫാമിലി റെസ്റ്റോറൻറ്റ് പ്രവർത്തനം ആരംഭിച്ചു. എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതലാണ് ഇതിൻ്റെ പ്രവർത്തന സമയം. ഇവിടെ നിന്ന് ചൈനീസ് വിഭവങ്ങൾ, അറേബ്യൻ ഫുഡ്, അതുപോലെ തന്നെ എല്ലാ ദിവസവും ഷവായി ഫുൾ വാങ്ങുന്നവർക്ക് ഒരു ഷവർമ റോൾ ഫ്രീ ഉണ്ട്. അതുപോലെ എല്ലാ ദിവസവും അൽഫാം ഫുൾ വാങ്ങുന്നവർക്കും ഒരു ഷവർമ ഫുൾ ഫ്രീ നൽകുമെന്നാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്നത്. എന്തായാലും അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് വരാം. നമസ്കാരം പ്രേക്ഷകരെ. ഈറ്റ് ആൻഡ് പാക്ക് 2020 മുതൽ തുടങ്ങി 24 ആദ്യഘട്ടങ്ങളിൽ അടയ്ക്കേണ്ടി വന്നു. ഇതിനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സുഖമില്ലായിരുന്നു. എൻ്റെ കാലിന് സർജറി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം വാടകയ്ക്ക് ആൾക്കാരെ കൊടുത്തു. ഒരു നല്ല ആൾക്കാരല്ലായിരുന്നു. അവർ നല്ല ഫുഡും കൊടുത്തില്ല. എൻ്റെ ഗുഡ്വില്ല്, ഈറ്റ് ആൻഡ് പാക്ക് എന്ന ഗുഡ്വില്ല് അവർ കളയാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് ഞാൻ ഓണത്തിന് മുമ്പ് അവരെല്ലാം പറഞ്ഞു വിട്ടു. ഓണം കഴിഞ്ഞിട്ട് ഇനി ആർക്കും കൊടുക്കുന്നില്ല. എല്ലാ ഈ വയനാട് നാട്ടിലുള്ള എൻ്റെ ആഹാരം കഴിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം പറയുന്നത് ഈറ്റ് ആൻഡ് പാക്ക് തുറന്ന് ഞാൻ ആഹാരം വേണം. എല്ലാവരും ആഗ്രഹിക്കുന്നത് വീണ്ടും തുറക്കണമെന്ന് പറഞ്ഞല്ലേ? ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും ആഗ്രഹിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വീണ്ടും തുടങ്ങിയത്. അത് മാത്രമല്ല, ഉച്ചയ്ക്ക് നമ്മൾ ഊണില്ല. ഞായറാഴ്ച മാത്രമേ ഊണും ബിരിയാണി ഉള്ളൂ. ഞായറാഴ്ച മാത്രം. പിന്നെ ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാറ്ററിംഗ് സർവീസ് ഉണ്ട്. എത്ര ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. അത് തലേന്ന് മുൻകൂട്ടിയുള്ള ഓർഡർ നമുക്ക് കിട്ടും. നല്ല ആഹാരമാണ്. നമ്മൾ കൃത്യമായി വെളിച്ചെണ്ണയിൽ. അല്ല, ഈ ഞായറാഴ്ച ഊണ് ബിരിയാണി എല്ലാം ഉണ്ട്. പക്ഷേ ബാക്കിയുള്ള ഇട ദിവസങ്ങളിലൊക്കെ ദിവസങ്ങളെല്ലാം വൈകുന്നേരം 4 മണി മുതൽ പിന്നെ ചൈനീസ് വിഭവങ്ങളെല്ലാം, പിന്നെ പൊറോട്ട, ചപ്പാത്തി, അപ്പം, ഇടിയപ്പം എല്ലാം ലൈവായിട്ടുള്ള സാധനങ്ങളാണ് എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു മായവുമില്ല, ഒരു കളർപ്പില്ല, പിന്നെ ഒരു രീതിയിലും ജനങ്ങളെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാം നല്ല രുചിയേറിയ വിഭവങ്ങൾ. രുചിയേറിയ വിഭവങ്ങൾ എല്ലാവർക്കും കഴിച്ചാൽ നാളെയും വരണം, വൈകിട്ട് അസുഖം പിടിക്കരുത് എന്നുള്ള ചിന്താതിയെ കൂടെ തന്നെ നമ്മൾ വീണ്ടും തുറന്നിരിക്കും. നമ്മൾ ലാഭം മോഹിച്ചൊന്നുമില്ല. 4 മണി മുതൽ ഇവിടെ ലഭിക്കും അല്ലേ? അത് മാത്രമല്ല, തുച്ഛമായ വിലയിലാണ് നമ്മൾ എല്ലാം കൈകാര്യം. അല്ല, ഇത് വീടുകളിൽ എത്തിക്കും? വീടുകളിൽ 3 കിലോമീറ്റർ നമ്മൾ വീടുകളിൽ എത്തിക്കുന്നതായിരിക്കും. എല്ലാ ഐറ്റം അല്ലേ? അത് എല്ലാ ഐറ്റവും. അതിനൊരു മിനിമം ഒരു 30 രൂപ ചാർജ് ഞങ്ങൾ എടുക്കത്തുള്ളൂ. സർവീസ് ചാർജ് 3 കിലോമീറ്റർ അല്ലേ? 3 കിലോമീറ്റർ. അതിന് ഒരു 30 രൂപ. അപ്പോൾ എന്തൊക്കെ വിഭവങ്ങളുണ്ട്? വിഭവങ്ങൾ ഇന്ന് എല്ലാ ദിവസവും വ്യത്യസ്ത വിഭവങ്ങളാണ്. ഓരോ ദിവസമുള്ള മെനു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് പൊറോട്ട, ചപ്പാത്തി, അപ്പം, ഇടിയപ്പം, മസാല ദോശ, നെയ് റോസ്റ്റ്, പിന്നെ പൂരി മസാല, ഇത്ര ഐറ്റം ഇന്ന് തന്നെ ഉണ്ട്. അത് നമ്മൾ ആൾക്കാർ വരുന്നതനുസരിച്ച് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. തീർന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വിഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനുള്ള പരിചയസമ്പന്നരായ ആൾക്കാർ, നമ്മുടെ പാചകക്കാർ ഇവിടെ തന്നെ ഉണ്ട്. അവരാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറച്ചി അയക്കുന്നത് ബീഫ് കറി, ബീഫ് ഫ്രൈ, ബീഫ് ചില്ലി, അതുപോലെ തന്നെ പിന്നെ ചിക്കൻ കറിയുണ്ട്, ചിക്കൻ മസാലയുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ്റെ ഷവായി ഉണ്ട്, അൽഫാമുണ്ട്. ഷവർമ ഇന്നില്ല. അടുത്ത ദിവസങ്ങളിലൊക്കെ കാണും. അടുത്ത ദിവസങ്ങളിലെ ഷവർമ കാണുന്നതായിരിക്കും. അത് മാത്രമല്ല, പിന്നെ ഒരു ഫുള്ള് ഷവായി എടുക്കുന്നവർക്ക് ഷവർമ ഫ്രീ ആയിട്ട് ഞങ്ങൾ കൊടുക്കുക. അത് ശരി. അതെ. പിന്നെ ഒരു ഫുൾ ഷവായി എടുക്കുന്നവർക്ക് ഒരു ഷവർമ ഫ്രീ, ഒരു അൽഫാം എടുക്കുന്നവർക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട്. അത് ശരി. പിന്നെ ബാക്കിയുള്ള പിന്നെ ചൈനീസ് വിഭവങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ അപ്പോൾ ഇന്ന് എത്ര മണിക്കാണ് ഇതിൻ്റെ പ്രവർത്തിക്കുന്നത്? പ്രവർത്തനം 6 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും. 4 മണി കഴിഞ്ഞിട്ട് താമസിച്ചുകൊണ്ട് നമ്മൾ 6 മണിയാക്കും. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം 4 മണിക്കാണ്, കൃത്യം 4 മണിക്കാണ് തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും. എല്ലാ ദിവസവും 4 മണിക്കാണ്. എല്ലാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ വിലയേറിയ സഹകരണവും ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഒരിക്കലും നമ്മളെ വിട്ടുകളയരുത്. നിങ്ങളെ പ്രതീക്ഷയാണ് ഞങ്ങൾ കട തുറന്നിരിക്കുന്നത്. വയനാട് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വയനാട് നിന്ന് ചാന്ദിയിലോട്ട് വന്നു കഴിഞ്ഞാൽ വയനാട് ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് വലത്തെ സൈഡിൽ ഹോട്ടൽ ഈറ്റ് ആൻഡ് പാക്ക് നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലാണ്. അവിടെ ഒരു സ്കൂളുണ്ടല്ലോ അവിടെ, ശാസ്താംകോവിൽ സ്കൂളുണ്ട് അവിടെ. അതിൻ്റെ തൊട്ടടുത്ത് അതിൻ്റെ അമ്പലമുണ്ട്, സ്കൂളുണ്ട്. അതിൻ്റെ ആ ജംഗ്ഷനിലാണ് പ്രവർത്തിക്കുന്നത്. അതിനോടനുബന്ധിച്ച് നെസ്റ്റ് ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ മകൾ നടത്തുന്ന പിന്നെ കിഡ്സ് വെയറിൻ്റെ തുണിക്കടയുണ്ട്. അത് ഷോറൂമാണ്. അപ്പോൾ ഹോട്ടലിൽ വരുന്നവർക്ക് ഇത് കഴിഞ്ഞിട്ട് വല്ല അത്യാവശ്യം അവിടെ കയറി സാധനങ്ങൾ വാങ്ങിക്കാം. എല്ലാ റെഡിമെയ്ഡ് ഐറ്റം 0 to 10 ഇയേഴ്സിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. കളിപ്പാട്ടങ്ങളായാലും കുട്ടികളുടെ സൈക്കിളായാലും ഒരു ജനിച്ച് വീട് കഴിഞ്ഞാൽ അവർ 10 വയസ്സ് വരാമെന്നുള്ള എന്ത് സാധനങ്ങളും ഇവിടെ തന്നെ ലഭ്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ സംരംഭം, പുതുതായിട്ട് തുടങ്ങുന്ന സംരംഭം വിജയിപ്പിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം മാനിക്കാണ് ഞങ്ങളുടെ അഭിപ്രായം. അതൊക്കെ നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് മോശമാണെങ്കിൽ എനിക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് അയച്ചു തരണം.
അത് കഴിഞ്ഞ് അവർ കമ്പനി തയ്ച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഞങ്ങൾ മാനേജ് ചെയ്ത് മാറ്റം വരും അത് ചെയ്യുന്നതായിരിക്കും. അതിനെ സഹകരിക്കുന്ന പ്രതീക്ഷയോടെ